പ്രോമിസ് ചെയ്ത പോലെ നമുക്ക് ആ ബ്യൂട്ടിഫുൾ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം, IVF-നെ കുറിച്ച്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നിങ്ങളെ രണ്ടുപേരെയും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചേച്ചീൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞെടുക്കാമോ? എൻ്റെ പേര് അരുണിമ എന്നാണ്. ഞാൻ ഇപ്പോൾ 4 വർഷത്തിന് മേലെയായിട്ട് UK-ൽ സീനിയർ എംബ്രിയോളജിസ്റ്റായിട്ട് ജോലി ചെയ്തു വരുന്നു. എൻ്റെ പേര് ആഷിഖ്. ഞാനും ഇവിടെ UK-ൽ എംബ്രിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ IVF ഇപ്പോഴും എന്താണെന്ന് അറിയില്ല. അപ്പം ഞങ്ങളൊരു വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഇതിൻ്റെ അത് ഡൗട്ട് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ IVF എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? IVF എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ അതൊരു വന്ധ്യതാ ചികിത്സാ രീതിയാണ്. ഇപ്പോൾ ഒരു നോർമലി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡും വൈഫും മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ എഗ്ഗും സ്പേമും ശരീരത്തിൻ്റെ അകത്ത് വെച്ച് ഫെർട്ടിലൈസ് ആയിട്ട് അതൊരു ഭ്രൂണ അല്ലെങ്കിൽ എംബ്രിയോ ആകുന്നു. ആ എംബ്രിയോ പിന്നീട് യൂട്രസിൽ വളർന്ന് അതൊരു കുഞ്ഞായിട്ട് വരുന്നു അല്ലേ. ആ നാച്ചുറലായിട്ട് നടക്കേണ്ട കാര്യം പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്കൊരു കുഞ്ഞെന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് IVF എന്ന് പറയുന്നത്. നാച്ചുറലായിട്ട് നടക്കേണ്ട ആ ഫിനോമിനൻ നടക്കാതാകുമ്പോൾ ഒരു ലബോറട്ടറി സെറ്റപ്പിൽ എഗ്ഗും സ്പേമും ഫെർട്ടിലൈസ് ചെയ്തിട്ട് അത് എംബ്രിയോ ആക്കി വളർത്തിയിട്ട് 3-5 ദിവസങ്ങൾ വളർത്തിയതിന് ശേഷം തിരിച്ച് അമ്മയുടെ യൂട്രസിലേക്ക് നിക്ഷേപിക്കുന്നതിനാണ് IVF എന്ന് പറയുന്നത്. ഓക്കെ. ഈ IVF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ തരം ട്രീറ്റ്മെന്റ്സ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ IVF ഒരു സെന്ററിൽ ഏതൊക്കെ തരം രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ടാവുക? ഒരു IVF ട്രീറ്റ്മെൻറ്റിലേക്ക് ഒരു പേഷ്യൻ്റ് പോകുമ്പം ഓരോ പേഷ്യൻറ്റിൻ്റെയും ഡയഗ്നോസിസ് പ്രകാരമായിരിക്കും അവർക്ക് ഏത് ട്രീറ്റ്മെൻ്റ് ആണ് സ്യൂട്ടബിൾ എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പം നമുക്ക് പലതരം ട്രീറ്റ്മെൻറ്റ് IVF ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഓവുലേഷൻ ഇൻഡക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ IUI, IVF, പിന്നെ ICSI, PICSI അങ്ങനെ പലതരം ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ IVF ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏകദേശം ഒരു നാച്ചുറലായിട്ടുള്ള 2 മെത്തേഡുകളാണ് പിന്നെ ഓവുലേഷൻ ഇൻഡക്ഷൻ, IUI എന്ന് പറയുന്നത്. ഓവുലേഷൻ ഇൻഡക്ഷൻ, IUI ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മാസത്തിൽ ഒരു തവണയാണ് ഒരു സ്ത്രീ ഓവുലേറ്റ് ചെയ്യുന്നത്. അപ്പം അതിനെ മെഡിസിൻസിലൂടെ ഇൻഡ്യൂസ് ചെയ്തിട്ട് പിന്നെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഒന്നിലധികമോ എഗ്ഗിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആ ഏത് ദിവസമാണ് ഓവുലേഷൻ നടക്കുന്നതെന്ന് സ്കാനിങ്ങിലൂടെയും ബ്ലഡ് ടെസ്റ്റിലൂടെയും മനസ്സിലാക്കി അതേ ദിവസം നാച്ചുറലായിട്ട് അല്ലെങ്കിൽ പിന്നെ ഭർത്താവിൻ്റെ സ്പേമിനെ വാഷ് ചെയ്തിട്ടോ അല്ലാതെയോ, അല്ലെങ്കിൽ ഒന്നുകിൽ അവരോട് ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ സ്പേമിനെ വാഷ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സെർവിക്കൽ കനാലിലേക്ക് നിക്ഷേപിക്കും.